കഴിഞ്ഞ ദിവസം ശബരിമലയിലെത്തിയ രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇട്ട ഡിവൈഎസ്പി മനോജ് കുമാറിനോട് വിശദീകരണം തേടിയതായിട്ട് വിവരം. പാലക്കാട് SP ആണ്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ആ സൂചന. ഏതായാലും മനോജ് കുമാർ ഇട്ട ആ ഒരു സ്റ്റാറ്റസ് ഇങ്ങനെയാണ് പോകുന്നത്: ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുത്, ആർക്കും VIP പരിഗണന നൽകരുത്, വാഹനത്തിൽ കയറ്റരുതെന്നും ഹൈക്കോടതി വിധി ഉണ്ടാകും. ട്രാക്ടറിൽ പോലീസ് ഏമാൻ മല കയറിയത് ഓർക്കുന്നുണ്ടോ ഈ DYSP എന്നറിയില്ല. ഒപ്പം തന്നെ ഹൈക്കോടതി വിധികളെല്ലാം പാലിച്ചു തന്നെയാണല്ലോ കട്ടളയും കഥകും ഒപ്പം സ്വർണ്ണപ്പാളികളും കടത്തിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ DYSPയുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് ഇതിൽ വളരെ വ്യക്തമാകുന്നുണ്ട്. ഇതിൽ പറയുന്ന കാര്യം, അടുത്ത ഭാഗമാണ് വളരെ കൗതുകകരം. ഇതിൽ പറയുന്ന കാര്യം, BJP നാമജപയാത്ര നടത്തിയില്ല ഇതിനെതിരെ എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിമത്തം ഒരു പറയും കൂടാതെ അതിൽ സൂചിപ്പിക്കുന്നു. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം രാഷ്ട്രീയ അടിമയായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ഇതിൽ മനസ്സിലാക്കും. അദ്ദേഹം തന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രപതിയെ പോലും, ഈ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും വിമർശിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പോസ്റ്റാണ്. ഇതിലിങ്ങനെ നീണ്ടു പോവുകയാണ് കാര്യങ്ങൾ. ഈ ശബരിമലയിലെ കാര്യങ്ങൾ വല്ലതും ഈ DYSPക്ക് അറിയാമോ എന്നറിയില്ല. ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നോ നടന്നത്? ഇവിടെ മന്ത്രിമാരും മറ്റുമൊക്കെ മല കയറുന്നത് എങ്ങനെയാണെന്ന് കൂടി അദ്ദേഹം സമയം കിട്ടുമ്പോൾ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും രാഷ്ട്രീയ മേളാനന്മാരെ സുഖിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ നടത്തുന്ന ആ ഒരു വിമർശനം ഇപ്പോൾ രാഷ്ട്രപതിയുടെ നേർക്ക് പോലും ആയി എന്നുള്ളൊരു വലിയ വിമർശനം ദേശീയ തലത്തിൽ തന്നെ ഉയരുന്നുണ്ട്. ദേശീയ തലത്തിലെ ചില മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ ടെക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ നമ്മുടെ രാജ്യത്ത് അങ്ങനെ രാഷ്ട്രപതിയെ വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല. കാരണം ഇവിടെ രാഷ്ട്രപതി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്രതശുദ്ധിയോടുകൂടി തന്നെ നിയമങ്ങളെല്ലാം തന്നെ പാലിച്ചാണ് മല കയറിയത്. ഒപ്പം തന്നെ സന്നിധാനത്ത് ദർശനം നടത്തുകയും ചെയ്തു. നമുക്കറിയാം, രാഷ്ട്രപതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ല, ഈ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. VIP ആണ്. അവർക്ക് സുരക്ഷ നൽകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ശബരിമല പോലെയുള്ള ഒരിടത്ത് വരുമ്പോൾ സുരക്ഷ അതീവ പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ്. ഇത്രയേറെ സുരക്ഷയും തോക്കുപിടിച്ച പോലീസും ഉണ്ടായിട്ട് കട്ടളയും കഥകും പോലും അടിച്ചു മാറ്റുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് എന്നുകൂടി ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട DYSPയെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അവിടെ ഭക്തരെ കയറ്റാതെ ഈ രാഷ്ട്രപതിയെ മാത്രം കയറ്റിയത്. ഏതായാലും താങ്കൾ ഈ രോഷം കൊള്ളുന്ന, ഇല്ലെങ്കിൽ പുളകിതനാകുന്ന താങ്കളുടെ പാർട്ടിക്കാർ ഇതിനെതിരെ ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. താങ്കളുടെ പ്രകീർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ ഇതിനെക്കുറിച്ച് വിമർശിച്ചിട്ടില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. വാസവനടക്കമുള്ള മന്ത്രിമാർ സന്നിധാനത്ത് എത്തിയിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. ഏതായാലും ഇപ്പോൾ ഇതിന് വരുന്ന ഒരു വിശദീകരണം, ഈ DYSPയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇദ്ദേഹം തന്റെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിൽ കൂടെ സന്ദേശം അയച്ചതാണ്. അത് അബദ്ധത്തിൽ സ്റ്റാറ്റസായി മാറുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അബദ്ധത്തിലൂടെയെങ്കിലും ഉള്ളിലുള്ളത് പുറത്തു വരാനിടയായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.